കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ നമുക്കെന്നും ഇടയാവണം. അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും കാണുമാറാക്കി വീണ്ടും ജീവിപ്പിക്കും. ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റും. അവിടുത്തെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. തിരുവെഴുത്ത് പറയുന്നത് പോലെ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് അവിടെ നമ്മളെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മുടെ മൈൻഡിനോട് എപ്പോഴും പറയണൻ, മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ കണ്ണുനീരുന്നും കാലിനെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിനും വിടുവിച്ച സർവശക്തിയുള്ള ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുമില്ല. വഴിയുടെ കുറവ് തീർക്കുന്ന ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. ആ ദൈവത്തിന്റെ മുമ്പാകെ നമുക്കടുത്ത് വരാൻ സകല ഇരുട്ടിനെ മാറ്റുന്ന ഒരു വെളിച്ചം. ഇതാണ് സൂര്യൻ. ഏത് അന്ധകാരത്തെയും പ്രകാശമാക്കുന്ന വെളിച്ചം. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചത്തിലേക്ക് വന്നു. മരണത്തിന്റെ താഴ്വരയിലിരുന്നവരുടെ മേൽ ആ വെളിച്ചം ശോഭിച്ചപ്പോൾ മരണത്തിന്റെ നിഴൽ പോലും മാറി. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, ഇന്ന് പകലിലും നമ്മുടെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നത് എപ്പോഴും നമ്മുടെ കൂടെ. ദൈവ ഇഷ്ടം ചെയ്യാൻ ഈ ദിവസം നമുക്ക് തയ്യാറാവാം. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിപ്പാൻ നമുക്കിടയാം. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. നരേന്ദ്ര നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എന്നും പ്രഖ്യാപിക്കും. നമുക്ക് വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ അവസാനത്തുള്ള രക്തവും ഊറ്റിത്തന്ന് സ്വന്തം തോളിന്മേൽ തലചായ്ച്ച് സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ പ്രാണനെ വെടിഞ്ഞ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ മഹാസ്നേഹം എത്ര വലുതാ സഹോദരങ്ങളെ. നമ്മളെ നിത്യയിലേക്ക് കൊണ്ടുവരാൻ കാൽവറിയിലൂടെ നമുക്ക് വേണ്ടി ഏറ്റ പങ്കപ്പാടുകൾ എത്ര ആഴമായിരുന്നു. തിരുശരീരം നുറുക്കപ്പെട്ടില്ലേ? അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഇനി രക്തം ഇല്ലായിരുന്നല്ലോ. ആ സ്നേഹം ഓർത്ത് എന്നും നന്ദി പറയാൻ നമുക്കിടയാവണം. 18-ാം സങ്കീർത്തനം 39-ാം വാക്യം, യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവരെ എനിക്ക് കീഴടക്കിയിരിക്കും. ദാവീദിന്റെ സങ്കീർത്തനമാണ് 18. ദൈവം നമ്മെ ഒരുക്കുന്ന ദൈവം. നമുക്കെതിരെ നിൽക്കുന്ന ശക്തികളെ ജയിക്കാൻ, പ്രതികൂലങ്ങളെ ജയിക്കാൻ, പ്രതിസന്ധികളെ ചടിക്കടക്കാൻ നമ്മുടെ അരയ്ക്ക് ശക്തി കൊണ്ട് മുറുക്കുന്ന ദൈവം. നമ്മുടെ അരയ്ക്ക് ശക്തി, അര ശക്തിയെ കാണിക്കുന്നു. അപ്പോ ഇതിന് ശക്തി ഉണ്ടെങ്കിലേ നിൽക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ ശക്തി കൊണ്ട് നമ്മുടെ അര മുറുക്കും. ചിലതിനെ വെട്ടാൻ, ചിലതിനെ ചവിട്ടാൻ, ശക്തമായി മുമ്പോട്ട് പോകാൻ നമുക്ക് ബലം വേണം. ദൈവം നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവം. അവിടുത്തെ വലത്ത് ഭാഗത്ത് മുട്ടിന്മേലിരിക്കാൻ, ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാകുമെങ്കിൽ ശക്തി കൊണ്ട് അരമുറുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ അകത്ത് ദൈവശക്തി വന്നാൽ ഏതൊക്കെ പ്രതിസന്ധിയും പ്രതികൂലങ്ങളും നമുക്കെതിരെ വന്നാലും അത് നമ്മളെ തകർക്കില്ല സഹോദരങ്ങളെ. അതിനെ ജയിക്കാൻ ഒരധികാരമാണ് ദൈവം നൽകുന്നത്. ഇവിടെ നോക്കൂ, യുദ്ധത്തിനായി ദൈവം എന്റെ ആരേക്ക് ശക്തി കിട്ടിയിരിക്കുന്നു.
ദൈവം ബലപ്പെടുത്തിയാൽ, തിരുവെഴുത്ത് പറയുന്നു, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുന്ന ദൈവമാണ്. ദൈവം ശക്തീകരിച്ചാൽ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞ പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്റെ അരയ്ക്ക് ശക്തി നൽകിയ ഒരു കർത്താവ് മുഖാന്തരം ഏതൊക്കെ ശക്തി വന്നാലും ഞാൻ ഇതിനെ ജയിക്കും, ഇതിനെ ഞാൻ ഓവർകം ചെയ്യും. സഹോദരങ്ങളെ, രോഗമാകട്ടെ, പട്ടിണിയാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, കഷ്ടതയാകട്ടെ, സങ്കടമാകട്ടെ, ആപത്താകട്ടെ, നഗ്നതയാകട്ടെ, വാളാകട്ടെ, ഉയരമാകട്ടെ, ആഴമാകട്ടെ, ഏത് വന്നാലും ഓവർകം ചെയ്യുന്ന ഒരു ശക്തി, ഒരു അമിത ബലം, സ്തോത്രം, നമ്മുടെ ആരോഗ്യ ദൈവം നൽകും, നമ്മുടെ ശരീരത്തിൽ നിന്ന് നൽകും, നമ്മുടെ ആത്മാവിൽ ശക്തരായി നമ്മൾ മുമ്പോട്ട് പോകും. അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. സ്തോത്രം. ഈ ദിവസങ്ങൾ ദൈവശക്തി ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കർത്താവേ, എനിക്ക് ചിലതിനെ നേരിടണം, എനിക്ക് പിടിച്ചു നിൽക്കണം, ചിലതിനെ കരുത്തോടെ നേരിടണം. പതറിപ്പോകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. നമ്മളെപ്പോഴും ഓർക്കൊരു ആത്മീക യുദ്ധത്തിൽ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അന്ധകാരങ്ങൾ, ദുഷ്ടാത്മസേനകൾ, ഇതിനോട് പോരാടണമെങ്കിൽ ദൈവശക്തി വേണം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിൽ ചെന്നു, ചിലതിനെ വെട്ടി ജയിച്ചു, ജയാളിയായി ആത്മാവിന്റെ ശക്തിയോടെ തിരിച്ചു വരികയാണ്. ആ യുദ്ധത്തിൽ ശക്തി ചോർന്നുപോയില്ല പ്രിയരെ. യുദ്ധത്തിൽ ശക്തരാകണമോ, ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഈ ദിവസങ്ങൾ പ്രാപിക്കണം. കർത്താവേ, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ, എന്നെ ശക്തീകരിക്കണമേ, നേരിടാനുള്ള കരുത്ത് നൽകണമേ, കൃപ നൽകണമേ, ആത്മാവ് ഗൈഡ് ചെയ്യണമേ, ദൈവ സാന്നിധ്യത്തെ നിങ്ങളെ നിറയ്ക്കണം. എത്ര പേർ പ്രാർത്ഥിച്ചു തുടങ്ങും? നോക്കൂ, യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. സ്തോത്രം. കീഴടക്കുമെന്നല്ല, ദൈവത്തിന്റെ ശക്തി വന്നാൽ നമ്മുടെ മുമ്പിൽ സകല, യേശു പറഞ്ഞെന്താണ്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ, അല്ലെങ്കിൽ കീഴടക്കാൻ, കാൽ കീഴാക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. സ്തോത്രം. അവയിലൊന്നും നിങ്ങൾക്ക് ദോഷം വരത്തില്ല. കാരണം നമ്മൾ ചവിട്ടുകയല്ലേ, നമ്മുടെ കാൽ കീഴല്ലേ. ഇപ്പൊ നമ്മളോട് എതിർക്കുന്ന ദുഷ്ടശക്തികൾ എത്ര പ്രബലമാകട്ടെ, മന്ത്രവാദമാകട്ടെ, ആഭിചാരമാകട്ടെ, എന്തുമാകട്ടെ, അതിനെ ചവിട്ടാൻ ദൈവം നമുക്ക് അധികാരം നൽകി. അതിനെ നമ്മുടെ കാൽ കീഴാക്കിയിരിക്കുന്നു. അതിനൊന്ന് ശ്രദ്ധിച്ച്, എന്നോട് എതിർക്കുന്നവരെ ദൈവം എനിക്ക് കീഴടക്കി തന്നിരിക്കുന്നു, കീഴടക്കിയിരിക്കുന്നു. ഈ ശക്തി വന്നാൽ ചിലത് കീഴടങ്ങും, ചില രോഗബാന്ധവങ്ങൾ കീഴടങ്ങും, ചില വെല്ലുവിളികൾ ഇന്ന് പകൽ കീഴടങ്ങുന്നു. തലമുറകൾക്കെതിരെ വ്യാധിച്ചു നിൽക്കുന്ന ദുഷ്ടശക്തികൾ, കുടുംബജീവിതത്തെ തകർക്കുന്ന, നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന, ഭയം കൊണ്ടുവരുന്ന ചില വ്യാപാരങ്ങൾ ഇന്ന് പകൽ കീഴടങ്ങാൻ പോകുന്നു. എവിടെ ചെന്നാലും നിലയുറപ്പിക്കാൻ കഴിയാതെ നിങ്ങളെ അസ്ഥിരമാക്കുന്ന ചില ശക്തമായ വെല്ലുവിളികൾ ഇന്ന് പകൽ ആത്മാവിന്റെ സാന്നിധ്യം വന്നാൽ കീഴടങ്ങും. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. ഭയം മാറട്ടെ, സകല നിരാശകളും മാറട്ടെ. പതറിപ്പോകുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തീകരിക്കാൻ, പ്രാർത്ഥനയെ നിങ്ങളെ ശക്തീകരിക്കുന്നു. വാചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ഈ ശക്തി ഏറ്റെടുത്ത് മുൻപോട്ട് പോകൂ സഹോദരങ്ങളെ. ഇന്ന് പകൽ ചില ശക്തമായ വെല്ലുവിളികൾ കർത്താവ് കീഴടക്കി തന്നിരിക്കുന്നു. ദൈവസാന്നിധ്യം നിങ്ങളുടെ മേൽ വരുന്നു. നിങ്ങളുടെ നാവിന്മേൽ ഇന്ന് പകൽ ദൈവസാന്നിധ്യം ഇറങ്ങുകയാ. വിളിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ ചില കീഴടങ്ങാൻ പോകുക, ചില ഡോറുകൾ ഓപ്പൺ ആകാൻ പോകുക. നാളുകളായി നിങ്ങളുടെ സ്വസ്ഥതയൊക്കെ എടുത്ത് ചില മണ്ഡലം ഇന്ന് പകൽ തകരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ സർവ്വശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് പകലങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അത്ഭുത വിടുതൽ സംഭവിക്കുന്നതിന് സ്തോത്രം, ദൈവപ്രവൃത്തി വ്യാപരിക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ആരോഗ്യങ്ങൾ ശക്തി കൊണ്ട് അരമുറുക്കി മുൻപോട്ട് പോകുവാൻ, ചിലതിനെ ചവിട്ടാൻ, മെതിക്കാൻ അധികാരം നൽകി ഞങ്ങളെ നിയോഗിച്ചിരിക്കുക. സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ മുമ്പിൽ ചിലത്
വെട്ടേറ്റ് നിലത്ത് വീണിരിക്കാൻ സ്തോത്രം. കൃപയെന്നാർപ്പോടെ ഇന്ന് പകൽ ഞങ്ങൾ ആണിക്കല്ല് കയറ്റുന്നു. വലിയ ദൈവപ്രവൃത്തി അവിടെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും തൃപ്പാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്പിക്കുക മാത്രം.